നമ്മുടെ ലൈഫിൽ 3 മണി എൻജിൻ ഉണ്ട്. പണം ഉണ്ടാക്കാനുള്ള എൻജിൻസ്. അതിൽ ഏറെക്കുറെ ആൾക്കാരും ടൈം ഫോർ മണി, അതുപോലെ തന്നെ സ്കിൽ ഫോർ മണി, മൂന്നാമത്തത് മണി ഫോർ മണി. ഇതിൽ 90% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 60% ആൾക്കാരും ശരിക്ക് സമയം കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നവരാണ്. ഹാർഡ് ഏൺ മണി എന്ന് പറയും. നമ്മൾ അധ്വാനിച്ച് ദിവസക്കൂലിക്ക് പണിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് ശമ്പളം കിട്ടുള്ളൂ. ഒരു ദിവസം അവർക്ക് പണിക്ക് പോയിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ എന്നും ജോലി ചെയ്ത് ജീവിക്കുന്നവരായിട്ടുള്ള ഒരു കൂട്ടരായി നമ്മൾ മാറപ്പെടുന്നു. മറ്റൊരു കൂട്ടുണ്ട് സ്കിൽ ഫോർ മണി. സ്കില്ലുണ്ടാക്കി അതിലൂടെ നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർമാർ, എൻജിനീയർമാർ, അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ചിത്രം വരച്ചിട്ടും പാട്ട് പാടിയിട്ടും. മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലത്തെ നടന്മാരൊക്കെ അവരുടെ സ്കില്ല് കൊണ്ട്, യേശുദാസ്, ഇതൊക്കെ അവരുടെ സ്കില്ല് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർ ഇറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ആ സമയം സ്കില്ലും ഉപയോഗിച്ച് അവരില്ല എങ്കിൽ അവർക്ക് പൈസ കിട്ടില്ല. എന്നാൽ ഇതിൽ നിന്നും സമ്പാദിക്കുന്ന പണം ചെലവിട്ട് പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പണം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ്. പല പല ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എന്ന് വെച്ചിട്ട് 6 മാസം കൊണ്ടും 2 മാസം കൊണ്ടും 8 മാസം കൊണ്ടും 1 കൊല്ലം കൊണ്ട് ഡബിളിങ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നത്. ആ തട്ടിപ്പിലൊക്കെ പോയി വീഴാതെ ശ്രദ്ധിക്കേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ അവരുടെ സ്കില്ലാണ്. ഇല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യണമെന്നില്ല പറയാനുള്ളത്. അപ്പോൾ ഈ 3 തരത്തിൽ സമയം കൊടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്കില്ല് കൊടുത്ത് അല്ലെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ എനിക്ക് പറയാനുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. സ്കില്ല് ആർക്കും ഏത് സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന സംഗതിയുള്ളൂ. അതുകൊണ്ട് മെനക്കെട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതിൽ നിന്നുണ്ടാക്കുന്ന പണം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് ഡബിളിങ് ആവുന്ന, അല്ലെങ്കിൽ അത് വളരുന്ന അവസ്ഥയിലേക്ക് മാറ്റിപ്പെടുക. അപ്പോൾ ഈ രീതിയിൽ 3 എൻജിൻ വർക്കൗട്ട് ചെയ്ത് നമ്മൾ സമ്പന്നരാകാൻ ശ്രമിക്കുക. എല്ലാവരും സമ്പന്നരാകട്ടെ എന്നാഗ്രഹിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.